അതുകൊണ്ട് നമ്മളൊക്കെ ഭാഗവതന്മാരാണ് എന്ന് പറയാം. ഭഗവാനിൽ ലയിച്ച് ജീവിക്കുക, അതിനാണ് ഭാഗവതൻ എന്ന് പറയും. അതിൽ സ്ത്രീയും പുരുഷനൊക്കെ ഉൾപ്പെടും. ഭാഗവതന്മാര് എന്ന് പറയാം. ഇനി ഭാഗവതം എഴുതിയതാണെന്നൊക്കെ നിങ്ങൾക്കറിയാം. അതൊന്നും ഞാൻ പറയുന്നില്ല, നാളെ നമുക്ക് വിശദമായിട്ട് പ്രഥമ സ്കന്ധത്തിൽ പറയാം, ആ സമയത്ത് പറയാം. ഭഗാരോ ഭക്തിവർദ്ധന, അങ്ങനെയാണ് അതിന്റെ ഡെഫിനിഷൻ വരിക. ഭാഗവത്തിന് ആദ്യത്തെ അക്ഷരമല്ലേ ഭഗാരോ ഭക്തിവർദ്ധന, ഗഗാരോ ഗർവവർജിത, വകാരോ വാക്യസമ്പന്ന, തകാരോ തത്വനിർണയ. അങ്ങനെയാണ് അതിന്റെ ഡെഫിനേഷൻ. അങ്ങനെ പറഞ്ഞു ഗുരുനാഥന്മാർ. എന്താ അങ്ങനെ പറഞ്ഞാല് ഭഗാരോ ഭക്തിവർദ്ധന, ഏതൊരു ഭക്തി ഇല്ലാത്തവനെ പോലും 7 ദിവസം കഴിയുമ്പോഴേക്കും ഭക്തോത്തമനാക്കി മാറ്റുന്ന ഗ്രന്ഥം ഭാഗവതം. ഗഗാരോ ഗർവവർജിത, നമ്മുടെ ഉള്ളിലുള്ള ചീത്ത വികാരങ്ങളെയും വിചാരങ്ങളെയും ഒക്കെ ഇല്ലാതെയാക്കുന്ന ഒരു സോപ്പ് എന്ന് വേണമെങ്കിൽ പറയാം, കഴുകിക്കളയുന്ന വസ്തു, അത് ഭാഗവതം. വകാരോ വാക്യസമ്പന്ന, ഭാഗവതം ഉപാസിക്കുന്ന ഒരു ഭക്തന് വാക്കുകൾക്ക് ക്ഷാമം ഉണ്ടാവില്ല എന്ന് പറയാം. ഭാഗവതത്തിന് നിത്യവും പാരായണം ചെയ്ത് നിത്യവും ഉപാസിക്കുക, കേൾക്കുക, അങ്ങനെ ചെയ്യുന്ന ഒരു ഭക്തനായിട്ടുള്ള ഒരാൾക്ക് അയാളെ നാവിൽ നിന്ന് നല്ല വാക്കുകൾ മാത്രമേ പുറത്തേക്ക് വരൂ. അതാണ് വാക്യസമ്പന്ന എന്ന് പറഞ്ഞാൽ. കുറേ ഇങ്ങനെ സംസാരിക്കാന്നല്ല, പറയുന്നത് അർത്ഥവത്തായിട്ട് പറയാം, മറ്റുള്ളവർക്ക് വേദന ഇല്ലാത്ത രീതിയിലുള്ള വാക്കുകൾ നാവിൽ നിന്ന് പുറത്തേക്ക് വരിക. അതിന് വലിയ ബുദ്ധിമുട്ടാണ് അല്ലേ? ബുദ്ധിമുട്ടാണ്. നമ്മുടെ എല്ലാ പ്രശ്നത്തിനും കാരണം എന്താ? നാവാണ്. നാവ് പഴച്ചാൽ സകലം പഴച്ചു എന്ന് പറയാം. അങ്ങനെയല്ലേ? ഇപ്പൊ 2 രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടാവാൻ എന്താ കാരണം? ആയുധങ്ങളൊക്കെ പിന്നെ അവസാനം എടുക്കുക. നാക്കിന്റെ പ്രശ്നം തന്നെയാണ്. നാവ് കൊണ്ട് പറയുന്നു, അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുന്നു, അപ്പോഴാണ് അവിടെ യുദ്ധം ഉണ്ടാവുന്നത് അല്ലേ? അപ്പൊ നാവിനെ പഴയ്ക്കാതെ, നാവേ നിനക്കു വലിയൊരു ഉപദേശമുണ്ടേ കേട്ടിട്ടില്ലേ? നാരായണൻ തൻ തിരുനാമമുറക്കെ ഓതിടുമ്പോൾ നാണിച്ചു പോകരുതേ തവ വേണ്ടതുള്ളൂ. എന്റെ നാവേ, നീ ഇങ്ങനെ ഈ മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും ഇങ്ങനെ പറഞ്ഞ് നിന്റെ ആ നാവിന്റെ ശക്തി ക്ഷയിപ്പിക്കുന്നതിന് പകരം ആ ഗുരുവായൂരപ്പനെ കുറിച്ചുള്ള മഹാത്മ്യത്തിന് ഒരു വട്ടമെങ്കിലും പറയൂ നാവേ, പറയൂ നാവേ, പറയൂ എന്ന് നമ്മൾ പറയും. എപ്പോഴും അങ്ങനെ പ്രാർത്ഥിക്കും. നാവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം, നാവ് നന്നാവണേ, നാവ് നന്നാവണേ എന്നാണ്. പല്ല് എപ്പോഴും എന്നും രാവിലെ ആയി കഴിഞ്ഞാൽ പല്ലിന് പേടിയാണ്. നമ്മുടെ പല്ലിന് പേടിയാണ്. എന്താ പേടിയെന്ന് അറിയോ? പല്ല് പറയത്ര നാവിനോട്, നാവേ നീ അടങ്ങി കിടക്കണം കേട്ടോ. എന്താ കാരണം എന്നറിയോ? നീ എന്തെങ്കിലും വേണ്ടാതെങ്കിലും പറഞ്ഞാല് അടി മുഴുവൻ ആർക്കാണ്? അടി പല്ലിനാണ് അല്ലേ? അങ്ങനെയല്ലേ പറയാം. എന്റെ പല്ലടിച്ചു കൊടുക്കുന്ന നമ്മൾ പറയാം അല്ലേ? നാവ് അടിച്ചു കൊടുക്കുന്ന ആരും പറയാറില്ല. അപ്പൊ നാവ് പറയണ, പല്ല് പറയണ നാവേ നീ നന്നായി സംസാരിച്ചോളൂ, അല്ലെങ്കിൽ എനിക്കാണ്, എന്റെ ശരീരത്തിനാണ് അതിന്റെ ദോഷം എന്ന് പല്ല് പറയും. അത്ര വിശേഷമാണ് മനുഷ്യന്റെ നാവ്. വാക്യസമ്പന്ന, തകാരോ തത്വനിർണയ. ഭഗവാനെ കുറിച്ചുള്ള തത്വം, അതിന്റെ തത്വം എന്ന് പറഞ്ഞാൽ ഓരോ കഥകളിലൂടെ കടന്നു ചെല്ലുമ്പോൾ നമുക്ക് ഓരോ ലക്ഷ്യത്തിൽ, ഒരു തത്വങ്ങളിലേക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ എത്തും. ഞാൻ നാളെ പറയാം. ഇത്രയാണ് അതിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. പിന്നീട് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് പറയുന്ന ദ്വാദശാക്ഷരി മന്ത്രം കൊണ്ടാണ് അദ്ദേഹം വേലായുധം വായിച്ചില്ലേ ഭാഗവത മഹാത്മ്യം. ഓം നമോ ഭഗവതേ വാസുദേവായ, അങ്ങനെയാണ് ഭാഗവതം തുടങ്ങുന്നത്. ഓം എന്നാൽ നമുക്കറിയാം പ്രണവാണ്, ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരുടെ പ്രതീകമാണ്. രൂപമില്ലാത്ത നിർഗുണ ബ്രഹ്മത്തിന്റെ അക്ഷര ബ്രഹ്മമാണ് പ്രണവം. അത് ഗീതയിൽ ഭഗവാൻ പറയുന്നില്ലേ, അക്ഷരങ്ങളിൽ വെച്ചിട്ട് ഓംകാരനാണ് ഞാൻ അർജുന, പ്രണവമാണ്, പ്രണവസ്വരൂപമാണ് ഭഗവാൻ പറയുന്നു. പിന്നീട് നമോ എന്ന് പറഞ്ഞാൽ ഞാൻ നമസ്കരിക്കുന്നു. ആരെ നമസ്കരിക്കുന്നു? ഭഗവതേ, ഭഗവാനെ. വാസുദേവായ, വസുദേവന്റെ പുത്രനായിട്ട് ഭൂമിയുടെ ഭാരം തീർത്തിട്ട് മറ്റുള്ളവരെ ആനന്ദലീലകളാടി രമിപ്പിക്കാൻ വേണ്ടി ഈ പുണ്യ ഭാരതമാതാവിന്റെ വടിത്തട്ടിൽ വന്ന് പിറന്നിട്ടുള്ള അല്ലയോ ശ്രീ ഗുരുവായൂരപ്പ. അതാണ് വാസുദേവൻ എന്ന് പറഞ്ഞാൽ. അത്ര വിശേഷമാണ് ഭഗവാൻ. നാം വാസുദേവൻ എന്ന് പറയാം. വസുക്കളിലൊക്കെ എല്ലാറ്റിലും വസിക്കുന്നവൻ
അങ്ങനെ പറയാം. നമ്മുടെ ഉള്ളിൽ ഹൃദയ ശ്രീകോവിലും മറ്റുള്ള ജീവജാലങ്ങളുടെ ഉള്ളിൽ ജീവനായിട്ടും വർത്തിക്കുന്ന അവനാണ് വാസുദേവൻ. വസിക്കുന്നവനാരോ അത് വാസുദേവൻ, അത് ഭഗവാനാണ്. ആ ഭഗവാനെ നമസ്കരിച്ചു. പിന്നീടാണ് ശ്ലോകങ്ങൾ തുടങ്ങുന്നത്. എന്താണ് വേദവ്യാസ മഹർഷി പറയാം? കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ പ്രദാസുഖം. അങ്ങനെയാണ്. ആദ്യം നാരായണനെ നമസ്കരിച്ചു. രണ്ട് തരത്തിൽ വ്യാഖ്യാനിക്കാം. ഒന്ന് വൈകുണ്ഠമൂർത്തിയായുള്ള ആദി ഗുരുവായൂർ, ആദിശേഷന്റെ പുറത്ത് കിടക്കുന്ന ഭഗവാൻ, മൂലപ്രകൃതി മൂലകാരണം ഈ പ്രപഞ്ചത്തിന്, അദ്ദേഹത്തിന് നമസ്കരിക്കുന്നു. അല്ലെങ്കിൽ നരനാരായണന്മാരായിട്ടുള്ള കൃഷ്ണാർജുനന്മാരെ നമസ്കരിക്കുന്നു. അങ്ങനെ വേണമെങ്കിൽ പറയാം. കൃഷ്ണനെ നമസ്കരിക്കുന്നു. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ കർഷയതി ഇതി കൃഷ്ണ, അതിന്റെ ഡെഫിനിഷൻ വ്യാഖ്യാനം പറയാം. ഓരോ ജീവന്മാരെയും ആനന്ദകരമായ ലീലകൾ കൊണ്ട് തന്നിലേക്ക് അടുപ്പിക്കുന്നവനാരോ അത്തരത്തിലുള്ള കൃഷ്ണനെ ഞാനിതാ ഗുരുവായൂരപ്പനെ നമസ്കരിക്കുന്നു. എല്ലാവരെയും നമസ്കരിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. പിന്നെ ഓരോന്ന് പറഞ്ഞിട്ട് അവസാനം പറയാം ദ്വൈപായനം എന്ന് പറഞ്ഞാല് ഗുരുവായൂരപ്പൻ തന്നെ വേദവ്യാസ മഹർഷിയായിട്ട് ദ്വാപരയുഗത്തിൽ അവതരിച്ച് ആ വേദവ്യാസനെ നമസ്കരിക്കുന്നു. പിന്നീട് അവസാനം പറയുന്നത് പൃഥാ സുതം. അവിടെ വേണമെങ്കിൽ അർജുനനെ നമുക്ക് പറയാം. അർജുനൻ എന്ന് പറഞ്ഞാൽ ഭൂമിപുത്രൻ ഒക്കെ പറയാം. അർജുനനെ നമസ്കരിക്കുന്നു. എന്താ അർജുനന്റെ പ്രത്യേകത? ഗുരുവായൂരപ്പന്റെ കൂടെ പാണ്ഡവർ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, ഇല്ലേ? 5 ആളുണ്ട്. പക്ഷെ ആർക്കാണ് ഗീത കിട്ടിയത്? ഭഗവത്ഗീത. ഏത് ഗീത ചേച്ചി ചിന്തിക്കുന്നത്? ആ ഗീത അല്ല, ഭഗവത്ഗീത അല്ലേ? ഭഗവത്ഗീത ആർക്കാ കിട്ടിയത്? നിങ്ങൾ എന്താ ഒന്നും പറയാത്തേ? നിങ്ങൾ പറയണം. ഞാൻ ടീച്ചറാണ്, ഞാൻ അധ്യാപകനാണ്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ നിങ്ങൾ മറുപടി തരണം. ഇത് വൺ സൈഡ് പോരാ, അവിടെ ഇങ്ങോട്ട് വരണം. അപ്പോഴേ അതിനൊരു അങ്ങനെയല്ലേ പ്രഭാഷണം എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ ഇത് പ്രസംഗമായിട്ട് മാറും. പ്രസംഗവും പ്രഭാഷണവും രണ്ടാണ്. അർജുനന്റെ പ്രത്യേകത എന്താ? മറ്റുള്ള 4 ആളുണ്ടായിട്ട് പോലും അർജുനന് മാത്രമാണ് ഭഗവാൻ സെലക്ട് ചെയ്തത് ഭഗവത്ഗീത കൊടുക്കാൻ. എന്താ കാരണം? കൂട്ടുകാരനായതുകൊണ്ട് മാത്രമല്ല. എന്താ കാരണം? അങ്ങനെയാണ് യുധിഷ്ഠിരൻ എത്രയോ അർജുനനേക്കാൾ ശ്രേഷ്ഠനാണ്. കളവ് പോലും പറയാത്ത ആളാണ്. പക്ഷെ അദ്ദേഹത്തിനെ വിളിച്ചില്ല. എന്താ കാരണം എന്നറിയോ? എന്താ അർജുനൻ എന്ന് പറഞ്ഞാല് ഋജു ഇല്ലാത്തവനാരോ അവനാണ് അർജുനൻ. എന്താ ഋജു ഇല്ലാത്തവൻ എന്ന് പറഞ്ഞാല്? ഋജു ഇല്ലാത്തവൻ എന്ന് പറഞ്ഞാൽ നട്ടെല്ലിന് വളവില്ലാത്തവൻ ആ വാക്കിന്റെ അർത്ഥം. എന്താ അങ്ങനെ പറഞ്ഞാൽ? ആരുടെ മുമ്പിലും അടിയറവ് പറയാതെ തന്റെ ഇടത്തോടു കൂടി നിൽക്കാൻ കഴിവുള്ളവനാരോ അവനാണ് അർജുനൻ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കല്ലേ ഗീത കൊടുക്കാൻ പറ്റൂ? അതെ, ഇത് കിട്ടുന്നവന് ഇതിനൊരു യോഗ്യത വേണമല്ലോ. അങ്ങനെയല്ല എല്ലാം വാരിക്കോയി പച്ചക്കറി വാങ്ങി കൊടുക്കുന്ന പോലെ അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. ഭഗവാന്റെ വാക്കാണ് ഗീത. അങ്ങനെയുള്ള അർജുനനെ നമസ്കരിക്കണോ? ഭൂമിയുടെ ഭാരം തീർക്കാൻ വേണ്ടിയിട്ട് മഹാഭാരത യുദ്ധക്കളത്തിൽ വെച്ച് അനേകം ദുഷ്ടന്മാരെ കൊന്നൊടുക്കി ഭൂമി മാതാവിന്റെ ഭാരത്തിനെ തീർത്ത അർജുനനെ നരനാരായണന്മാരെ നമസ്കരിക്കണോ? പിന്നീട് പറയുന്നു സച്ചിദാനന്ദ രൂപായ, സത്ത് ചിത്ത് ആനന്ദം, ഈ 3 രൂപങ്ങളിൽ വർത്തിക്കുന്ന ആ പരബ്രഹ്മ സ്വരൂപനായിട്ടുള്ള വിശ്വ ഉൽപ്പത്തി ആദിഹേതവേ, സൃഷ്ടി സ്ഥിതി സംഹാരകാരകത്വം വഹിക്കുന്ന 3 കാലങ്ങളിൽ നിലനിൽക്കുന്ന പാസ്റ്റിലും ഫ്യൂച്ചറിലും പ്രസന്റിലും ഒരുപോലെ വിളങ്ങുന്ന ആ ഭഗവാനെ നമസ്കരിക്കുന്നു. എന്താ അങ്ങനെ പറയാൻ കാരണം? ഭഗവാൻ നമ്മളുടെ ഏറ്റവും വലിയ ഡിഫറൻറ്റ് അവിടെ വരുന്നത്. എന്താ വ്യത്യാസം? ഭഗവാൻ പണ്ടുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. ഓൾറെഡി ഭഗവാൻ ഉണ്ട്, ഇനി ഉണ്ടാവും. നമ്മളെങ്ങനെ? നമ്മൾ ഉണ്ടായിരുന്നില്ല. നമ്മൾ വന്നിട്ട് ഇപ്പം എത്ര കൊല്ലായി? നമ്മുടെ പിറന്നാൾ നോക്കിയാൽ മതി അല്ലേ? എത്ര വർഷമായി നമുക്കറിയാം. ചിലർ 60 കൊല്ലമായിട്ടുണ്ടാവും, ചിലർ 10 1 കൊല്ലം അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇപ്പോഴേ ഉള്ളൂ, മുമ്പില്ല. നമ്മളില്ല ഇവിടെ. ഇനി നാളെ ഉണ്ടാവും ഉറപ്പില്ല, ഉണ്ടാവില്ല. ഇവിടുന്ന് പോകും നമ്മൾ. ഭഗവാൻ അങ്ങനെയല്ല. ഭഗവാൻ അന്നും ഇന്നും എന്നും ഉണ്ട്. നമ്മൾ അങ്ങനെയല്ല. ഇന്നലെ ഇല്ല, ഇന്നുണ്ട്, നാളെ ഇല്ല. ഇതാണ് വ്യത്യാസം. മനസ്സിലായില്ലേ? അങ്ങനെയാണ് പറയാം. അങ്ങനെ ആ ഭഗവാനെ നമസ്കരിച്ച് ഞാൻ വിശദമായിട്ട് പറയുന്നില്ല. നിങ്ങൾ എത്രയോ 22ാമത്തെ വർഷമാണ് പഴയതായിട്ട് പറഞ്ഞത്. 22 വർഷം പറഞ്ഞ പിന്നെ അത് ഇനി റിപ്പീറ്റ് ചെയ്യേണ്ടതില്ല. എല്ലാം അറിയാം, എനിക്കറിയാം. എന്തായാലും അങ്ങനെ നമസ്കരിച്ച് വന്നിട്ട് പിന്നീട് ഞാൻ സമയക്കുറവ് മൂലം വേഗം പറയുകയാണെന്ന് വിചാരിക്കരുത്. അങ്ങനെ ഭഗവാൻ എല്ലാവരും സരസ്വതി മാതാവിനെ നമസ്കരിച്ചു. ഗണപതി ഭഗവാനെ സകല 30 കോടി ദേവതാ സങ്കല്പങ്ങളിൽ നമസ്കരിച്ചിട്ട് പിന്നീട് ഭാഗവത മഹാത്മ്യത്തിലേക്കാണ് കടന്നത്. ഭാഗവത മഹാത്മ്യം പത്മപുരാണം എന്ന് പറയുന്ന
മറ്റൊരു പുരാണത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. എന്താ അങ്ങനെ പറയാൻ കാരണം? അതെന്താ? ഭാഗവതത്തിലെ മഹാത്മ്യം തന്നെ വെച്ചാൽ പോരെ, അങ്ങനെ പോരാന്നാണ്. മറ്റൊരാളുടെ മഹത്വം നമ്മൾ എങ്ങനെ അറിയാം? അയാൾ പറഞ്ഞിട്ടല്ല, അയാളെ കുറിച്ച് വേറെ ആൾ പറയണം. അങ്ങനെയല്ലേ? അതെ, എനിക്ക് വയറുവേദന എടുത്തിട്ട് വയ്യ, തീരെ വയ്യ, 4 ഡോക്ടറെ കണ്ടു, ഒരു കുറവുമില്ല. അപ്പുറത്തെ ചേച്ചി എന്ത് പറയും? നിങ്ങൾ ആ പെരിന്തൽമണ്ണ മറ്റേ ഡോക്ടർ, അയാളൊക്കെ പോയി കണ്ടു നോക്കൂ എന്ന് പറയും അല്ലേ? അപ്പൊ നമ്മൾ കാണുമ്പോൾ ഇപ്പൊ ആദ്യത്തെ പോക്കിൽ അത് ശരിയാവും, വയറുവേദന ക്ലിയർ ആവും. അപ്പൊ എന്താണ്ടാവുക? പിന്നെ നമ്മൾ ആ ഡോക്ടറെ കുറിച്ച് അടുത്ത ആളോട് എന്താ പറയാ? നല്ല ഡോക്ടറായിട്ടോ അയാൾ അല്ലേ, പോയിക്കോളും, പെട്ടെന്ന് ശരിയാവും എന്നാ പറയും. അതുപോലെയാണ് മഹാത്മ്യം. അതാണ് പത്മപുരാണത്തിൽ നിന്ന് തന്നെ മഹാത്മ്യം എടുക്കാൻ വേദവ്യാസ മഹർഷി എന്നത് വെറുതെ എടുത്തതല്ല. എന്താ? 2 ഗുണമാണ്. പത്മപുരാണം വായിക്കാനുള്ള ഒരു താല്പര്യം അതിലൂടെ നമുക്ക് ഉണ്ടാവും, അതെന്താണെന്ന് അറിയാനൊരു ആകാംക്ഷ ഉണ്ടാവും. അതാണ് പത്മപുരാണത്തിന് എടുക്കാൻ കാരണം. 3 മഹാത്മ്യമാണ് പറയാം. 3 പറയുന്നില്ല, 2 പറയാം. ഒന്ന് നാരദ മഹർഷിയുടെ ഒരു മഹാത്മ്യം പറയും. പിന്നീട് രണ്ടാമത് പറയുമ്പോൾ ബ്രഹ്മദേവന്റെ മുമ്പിൽ ഭാഗവതം വന്നൊരു കഥ പറയും. പിന്നീട് പറയും ആ ദുന്ദുലിയുടെ ഒരു കഥ പറയും. ഈ 3 മഹാത്മ്യമാണ് പറയും. ഒരു ദിവസം സത്സംഗം നടക്കുന്ന സമയത്ത് സനകാദി മഹർഷിമാര്, ബ്രഹ്മാവിന്റെ മാനസപുത്രന്മാരായിട്ടുള്ള സനകൻ, സനന്ദൻ, സനാതനൻ, സനൽകുമാരൻ തുടങ്ങിയിട്ടുള്ള ആ ബാലന്മാര്, ഭഗവാന്റെ തന്നെ അംശാവതാരമായിട്ടുള്ള അവര് ഒരു ദിവസം ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. അവരെപ്പോഴും അവിടെ അടങ്ങിയിരിക്കുന്ന പതിവില്ല, അങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അങ്ങനെ അവര് ഒരു ദിവസം ബദരി എന്ന് പറയുന്ന ആശ്രമത്തിലെത്തി. വളരെ വിശേഷപ്പെട്ട പുണ്യക്ഷേത്രമാണ് ബദരി, നമ്മളൊക്കെ പോകുന്ന സ്ഥലമാണ് അല്ലേ, നോർത്തിലാണ് ബദരി ആശ്രമം. ആ ബദരിയിൽ ഇങ്ങനെ നടക്കുന്ന സമയത്ത് അവിടെ നാരദ മഹർഷിയെ കണ്ടുമുട്ടി ഈ സനകാദി ഋഷീശ്വരന്മാര്. നാരദന്റെ പ്രത്യേകത എന്താ? ഭഗവാനിലേക്ക് ആരെങ്കിലും മനസ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ കൈപിടിച്ച് പെട്ടെന്ന് ഭഗവാനിലേക്ക് ഉയർത്തി കൊടുക്കാനും ഉള്ള കഴിവുള്ളവനാണ് നാരദൻ. നാരം ദദാതി ഇതി നാരദ എന്ന് പറയാം. ജീവജലം, നാമജലം നൽകുന്നവനാരോ, ഭഗവാനെ കുറിച്ചുള്ള അറിവ് കൊടുക്കുന്നവനാണ് നാരദൻ എന്ന് പറയും. നാരദോ അകലഹപ്രിയ എന്ന് പറയും. പക്ഷെ നമ്മൾ എന്താ പറയാ? നാരദോ കലഹപ്രിയ, അങ്ങനെ കേട്ടോ, അകാരുണ്ടാവും. നാരദോ അകലഹപ്രിയ, കലഹമില്ലാതാക്കുന്നവനാണ് നാരദൻ. ആ നാരദ മഹർഷിയെ കണ്ടു, സനകാദി ഋഷീശ്വരന്മാര് കണ്ടു. ഈ സമയത്ത് അവര് ചോദിച്ചു, അല്ലയോ ദേവർഷേ, നാരദ മഹർഷേ, അങ്ങ് എപ്പോഴും സന്തോഷത്തിലാണല്ലോ അങ്ങയുടെ മുഖം ഉണ്ടാവാറുള്ളത്, പ്രസന്റ് ആണല്ലോ. ഇന്ന് എന്താണ് അങ്ങയുടെ മുഖത്ത് ഒരു സങ്കടം, ഒരു ടെൻഷൻ, ഒരു സുഖമില്ല അങ്ങയെ കാണുമ്പോൾ? അങ്ങനെയല്ലേ, നമ്മളെന്നും കാണുന്ന ആൾക്കാരെ മുഖം മാറിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അല്ലേ? നമ്മൾ ചോദിക്കില്ലേ, എന്താ നിന്റെ മുഖത്തിന് എത്ര ഒരു വാട്ടം, എന്തെങ്കിലും ഏട്ടൻ അടിച്ചോ, അങ്ങനെ ചോദിക്കും. അതേപോലെ ചോദിച്ചു. എന്താ ചോദിച്ചെന്നറിയോ? എന്താണ് നാരദ മഹർഷി അങ്ങയുടെ മുഖത്തിനൊരു വാട്ടം എന്ന് ചോദിച്ചു. അപ്പോൾ എന്നിട്ട് പറയാണ്, അങ്ങയെ കാണുന്ന സമയത്ത് കയ്യിലെ പൈസയൊക്കെ നഷ്ടപ്പെട്ട ഒരാളെ പോലെ തോന്നുന്നുവല്ലോ. മനസ്സിലായില്ലേ? പൈസ മുഴുവൻ നഷ്ടപ്പെട്ട ഒരാളുടെ മുഖത്ത് എങ്ങനെയാ സങ്കടം ഉണ്ടാവുക? അങ്ങനെ ഒരു സങ്കടം അങ്ങയുടെ മുഖത്തുണ്ടല്ലോ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിട്ട് പറഞ്ഞു. അപ്പൊ ഈ സമയത്ത് നാരദ മഹർഷി പറഞ്ഞു, മറുപടി എന്താ പറഞ്ഞെന്നറിയോ? ഞാൻ ഭാരതഭൂമിയിലേക്ക് സ്വർഗലോകത്തിൽ നിന്ന് ആകാശമാർഗം ഇറങ്ങി വന്നു. എന്നിട്ടോ പുണ്യഭാരതം, നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ ഇന്ത്യ എന്ന് പറയുന്ന ഈ ഭാരതഭൂമിയിൽ ഞാൻ ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് ശ്രീകൃഷ്ണ ഭഗവാനും ത്രേതായുഗത്തിലെ ശ്രീരാമചന്ദ്ര പ്രഭു ഇവിടെ ഉണ്ടായിരുന്ന ആ